നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഏറ്റവും നല്ല മാർഗം പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ദാറ്റ് ഈസ് ദ വേ വി വിൽ ബി ട്രെയിനിങ് അവർ ബ്രെയിൻ വിത്ത് ദ തിയറി. തിയറീനെ നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴി പ്രാക്ടീസ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. പ്രാക്ടീസ് 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 എന്ന് പല രൂപത്തിലും പല ഭാവത്തിലും നിങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. ഈ പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം, സ്പീഡിന് പ്രാധാന്യം കൊടുക്കണോ അതോ ആക്യുറസിക്ക് പ്രാധാന്യം കൊടുക്കണോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ചോദ്യത്തിന് 2-3 ഉത്തരമുണ്ട്. ശരിക്കും സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന സമയം അനുസരിച്ചിട്ട് മാറും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നീറ്റ് എക്സാമിന് 1 മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ നിൽക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക. ഒരു മാർച്ച് പകുതി ആകുമ്പോൾ ഏപ്രിലാവുന്ന സമയത്ത് 1-2 മാസത്തിൽ നീറ്റ് വരുന്നു. അത്തരം ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ എന്നോട് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും, മക്കളെ സ്പീഡും ആക്യുറസിയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആക്യുറേറ്റ് ആക്കിയാൽ മാത്രം പോരാ, നല്ല സ്പീഡിൽ നിങ്ങൾ ചെയ്ത് പഠിക്കും. നല്ല സ്പീഡ് വേണം എന്നുള്ളൊരു കാര്യം പറയും. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത വർഷങ്ങളിലൊക്കെ ഇത് എപ്പോഴാണ് ഈ വീഡിയോ കാണുക എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുവിടാം. പക്ഷെ എപ്പോഴായിരുന്നാലും നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങി ഒന്ന് മുന്നോട്ട് മൂവ് ഓൺ ചെയ്ത്, എസ്പെഷ്യലി നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ 1 by 1 ആയിട്ട് പഠിക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് നമുക്ക് സ്പീഡിനാണോ ആക്യുറസിക്കാണോ കൂടുതൽ പ്രത്യേകത അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരം ആക്യുറസി എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം വരുന്നുണ്ടാവുക. സ്പീഡിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കേണ്ടതില്ല. നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഉത്തരങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് അത്ര സിമ്പിൾ അല്ല മനസ്സിലാക്കാൻ. സ്പീഡിന് ഇമ്പോർട്ടൻസ് ഒന്നും വേണ്ട സാറേ, അപ്പം ഞാൻ പതുക്കെ ഇരുന്ന് ചെയ്താൽ മതിയോ എന്ന് വെച്ചാൽ അല്ല. സ്പീഡിന് ദെയർ ഈസ് ഓൾവേസ് ആൻ ഇമ്പോർട്ടൻസ്. സ്പീഡ് തന്നെ ചെയ്യണം. പക്ഷേ സ്പീഡിനേക്കാൾ വെയിറ്റ് കൊടുക്കേണ്ട വാക്കാണ് ആക്യുറസി എന്ന് പറഞ്ഞ സാധനം. സോ ആക്യുറസി ഭയങ്കര ഫസ്റ്റ് പ്രിഫറൻസിൽ ഭയങ്കര മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് യു ഹാവ് ടു കീപ് ദ ആക്യുറസി. അപ്പോൾ ആക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും, പക്ഷേ വല്ലാതെ ഇഴയാൻ വേണ്ടിയിട്ട് വല്ലാതെ സ്ലോ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ആക്യുറസിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ആക്യുറസിക്കാണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് കുറവ് മതി നമ്മുടെ സ്പീഡിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ആൻഡ് ഇത് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1, 2, 3, 4 ക്വസ്റ്റ്യൻ ഒന്നല്ല ചെയ്യുക. ഒരു ചാപ്റ്ററിൽ നിന്ന് 500 ക്വസ്റ്റ്യനോ ഒരു ചാപ്റ്ററിൽ നിന്ന് 600 ക്വസ്റ്റ്യനോ 700 ക്വസ്റ്റ്യനോ ഒക്കെ പറ്റുവാണെങ്കിൽ അത്ര ക്വസ്റ്റ്യൻ ചെയ്യണം. ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാനിങ്ങനെ ചുരുങ്ങി പറയുകയാണെങ്കിൽ നിങ്ങളോട് 250-300 ചോദ്യങ്ങൾ എന്നാ പറയുക. ഏറ്റവും ചുരുക്കം പറയുകയാണെങ്കിൽ 300 കഴിഞ്ഞാൽ 350, 500, 600, 700 ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നോ, എത്ര ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നോ അത്ര അധികം നിങ്ങൾ എന്ത് ചെയ്തോളും, നിങ്ങളുടെ തിയറി കുറച്ചുകൂടി ഡെപ്തിലാവാനും നിങ്ങളുടെ ചിന്തകൾ കുറച്ചും കൂടി 3 ഡയമെൻഷനിലാവാനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന സാധനം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് ആദ്യത്തെ ഫേസിൽ നമ്മുടെ സ്റ്റഡിയുടെ തുടക്കത്തിലുള്ള ഫേസിൽ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന ഫേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ആക്യുറസി. ഇങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു വന്ന് ആദ്യത്തെ 100 ചോദ്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മേ ബി ആദ്യത്തെ 100 ചോദ്യത്തിന് ആദ്യത്തെ 50 ചോദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. രണ്ടാമത്തെ 50 ചോദ്യം ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. അങ്ങനെ ആദ്യത്തെ 100 ചോദ്യം ഒരു അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടിയിലായിരിക്കും തീർത്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ 100 ചോദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. ആദ്യത്തെ 100ൻ്റെ അത്ര ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. അതിൻ്റെ പകുതി ഡിഫിക്കൽട്ടിയിൽ രണ്ടാമത്തെ 100 ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 200 ചോദ്യം നമ്മൾ ചെയ്തു, അത് നല്ല ഡിഫിക്കൽട്ടായിരിക്കും. അത്ര ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല അടുത്ത 200 ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ 400 ചോദ്യം നമ്മൾ ചെയ്താൽ അത്ര ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല പിന്നത്തെ ഒരു 400 ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നത്തെ ഒരു 200 ചോദ്യം ചെയ്യാൻ. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഇങ്ങനെ കുറഞ്ഞു വരും ഗ്രാജുവലി. ഇങ്ങനെ ആദ്യം ഹൈ ഡിഫിക്കൽട്ടായിരിക്കും, പിന്നെ താഴേക്ക് ഇങ്ങനെ കുറഞ്ഞ് ഡിഫിക്കൽട്ടി ഇല്ലാതായി നമുക്കൊരു 100-500 ചോദ്യമൊക്കെ എത്തുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലത്തേക്ക് നമുക്ക് എത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ആ സമയത്തേക്ക് നിങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. സോ ദർ ഈസ് എ മാജിക് കണക്ഷൻ ബിറ്റ്വീൻ ദം. നമ്മൾ ഇനീഷ്യലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താ വെച്ചാൽ കൃത്യം ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം. ഈ ആക്യുറസി എന്ന് പറയുന്ന വാക്കിന് ഇവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥമുള്ളത്, ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നും കൂടി അർത്ഥമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന സ്റ്റെപ്പുകൾ കറക്റ്റ് ആവുക, നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ സാർമാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സാർമാർ ഒരു ഇക്വേഷനൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെട്ടിയൊക്കെ ചെയ്യും. നിങ്ങൾ അത്ര സ്പീഡിൽ വെട്ടണ്ട. കാരണം നിങ്ങൾ അങ്ങനെ സ്പീഡിൽ വെട്ടുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോലി വെട്ടിയാൽ മതി. ഒരെണ്ണം വെട്ടിക്കളഞ്ഞ് അടുത്തത് വെട്ടിക്കളഞ്ഞ് അങ്ങനെ സ്ലോലി അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പ് കൂടി അധികം എഴുതിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റനും അതുപോലെ ചെയ്യുക, അതിൻ്റെ അടുത്ത ക്വസ്റ്റനും അതുപോലെ ചെയ്യുക. ഒരു 10 ക്വസ്റ്റൻ അതുപോലെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ ക്വസ്റ്റനിൽ സ്പീഡായി വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രിപ്പറേഷൻ്റെ ഈ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്പീഡിന് ഒരു പൊടിക്ക് കുറയ്ക്കുക. ഒരു പൊടിക്ക് വല്ലാതെ കുറയ്ക്കണമെന്നല്ല, ഒരു പൊടിക്ക് കുറയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് കൃത്യമായിട്ട് പോയി നമ്മുടെ സില്ലി മിസ്റ്റേക്സ് ഒക്കെ നോക്കി ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം ശരിയാക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾക്ക് പറയാനുള്ള സാധനം. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യും. ഇനിയിപ്പോൾ ബയോളജിയുടെ കാര്യത്തിലാണെങ്കിൽ ബയോളജിയിൽ എക്സാം എഴുതുന്ന സമയത്ത് കുട്ടികൾ ഈ സാധനം കാണാറുണ്ട്. ബയോളജിയിൽ ഉള്ളൊരു ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ബയോളജി വളരെ സ്പീഡിൽ എഴുതി തീർക്കേണ്ട സബ്ജക്റ്റ് ആണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം എങ്കിലേ ഫിസിക്സ് കെമിസ്ട്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ.
അതൊക്കെ തെറ്റാണ്, മണ്ടത്തരമാണ്, പൊട്ടത്തെറ്റാണ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞുതരാം. ബയോളജിയിൽ ചില ആൾക്കാർ സ്പീഡ് മാത്രം ഉദ്ദേശിച്ച് നോക്കിയിട്ട് ഒരു 5-10 ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സില്ലി മിസ്റ്റേക്സ് വരുത്തും. അത് വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഓരോ ചോദ്യത്തിനും ഒരു 10 സെക്കൻഡ് വീതം അധികം എടുത്തു കഴിഞ്ഞാൽ. ബയോളജിയിലും 90 ചോദ്യമുണ്ട്, 10 സെക്കൻഡ് വീതം അധികം എടുത്താൽ 900 സെക്കൻഡേ ആയിട്ടുള്ളൂ. 15 മിനിറ്റേ നമ്മൾ അധികം എടുത്തിട്ടുള്ളൂ. ആ 15 മിനിറ്റ് അധികം എടുക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ ഒരുപാട് സില്ലി മിസ്റ്റേക്സ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ബയോളജി ക്വിക്കായിട്ട് തീർത്തതിനേക്കാളും. സോ ഇവിടെ ആലോചിക്കുക, നമ്മൾ തുടക്ക സമയമാണ്, നമ്മൾ ആരംഭിക്കുന്ന ഒരു പ്രാരംഭ സമയം, ചാപ്റ്റേഴ്സ് ഇനീഷ്യലി കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിവ് മോർ വെയിറ്റേജ് ടു ആക്യുറസി ആൻഡ് സ്പീഡിന് സെക്കൻഡ് ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്ത് വെക്ക്. ആക്യുറേറ്റ് ആയിട്ട് കൂടുതൽ നമ്പർ ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് കൂടുതൽ നമ്പറുകൾ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്പീഡ് മുന്നോട്ട് വന്നോളൂ എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അടുത്ത സംശയം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടോളൂ. നിങ്ങളിൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുന്ന ആൾക്ക്, ഏറ്റവും വിശദമായിട്ട് തന്നെ നിങ്ങളുടെ സംശയം, ഒരു സംശയത്തിനെ പറ്റിയിട്ട് വിശദമായിട്ട് ചോദിക്കുന്ന ആൾക്ക് നമ്മൾ ഇതുപോലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. ഫോളോ ഡോപ്പ ഫോർ മോർ നീറ്റ് ടിപ്സ് ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിന്ന് നേരിട്ട് കണ്ടുമുട്ടാൻ പറ്റും. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് യുവർ ചാനൽ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് കാണാം. ബൈ, സീ യു.